Hello everyone, welcome back to another video of MCQ series season 2 of Literature Academy. 2022 ജൂലൈയിൽ നടക്കാൻ വേണ്ടി പോകുന്ന സെറ്റ് എക്സാമിന് മുന്നോടിയായി ഞങ്ങൾ സ്പെഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന MCQ സീരീസാണ്. രണ്ടാമത്തെ സീസണിലേക്കാണ് ഈ ഒരു സെറ്റ് എക്സാമിനോടനുബന്ധിച്ച് ഞങ്ങൾ കടന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലിറ്ററേച്ചർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാം, 120 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫൈനൽ മോഡൽ എക്സാം ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഡിസ്കഷൻ വീഡിയോസ്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ക്രാഷ് കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് വരാം. തിയറി ആൻഡ് ക്രിറ്റിസിസം ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 6മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് യൂണിറ്റ് 6 ബേസ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഹു ഈസ് ദ ഓഥർ ഓഫ് സിംപോഷ്യം? ഓപ്ഷൻസ്: അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, ലോഞ്ചൈനസ്, പ്ലേറ്റോ. The right answer is Plato. പ്ലേറ്റോയുടെ ഒരു ഫേമസ് വർക്കാണ് സിംപോഷ്യം. Question number 22. Name the author of the book New Criticism. Options: Alan Tate, John Crowe Ransom, R.P. Blackmore, F.R. Lewis. The right answer is John Crowe Ransom. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ്. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന അപ്രോച്ചിന് തന്നെ വലിയ പ്രചാരം ലഭിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷന് ശേഷമാണ്. Question number 23. Another question related to Plato. Plato's Republic is written in the form of drama, narrative mode, poetry, dialogue. ഇപ്പോൾ ഏത് തരത്തിലാണ് റിപ്പബ്ലിക് എന്ന പ്ലേറ്റോയുടെ ടെക്സ്റ്റ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The right answer is dialogue. It is written in the form of a dialogue. ഡയലോഗിൻ്റെ രൂപത്തിൽ എഴുതിയ ഒരുപാട് ഫേമസ് ടെക്സ്റ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുണ്ട്. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈഡൻ്റെ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസിയാണ്. ആക്ച്വലി 4 ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു കോൺവെർസേഷനായിട്ടാണ് ആ ടെക്സ്റ്റ് ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്. എനിവേ, ക്വസ്റ്റ്യൻ നമ്പർ 24. വിത്ത് വിച്ച് തിയറിസ്റ്റ് ഈസ് ദ ടേം ഇംപ്ലൈഡ് റീഡർ അസോസിയേറ്റഡ്? ഓപ്ഷൻസ്: വോൾഫ്ഗാങ് ഐസർ, വില്യം വിംസാറ്റ്, ക്ലിയാൻ ബ്രൂക്സ്, ലൂസ് ഇറിഗാറെ. The right answer is വോൾഫ്ഗാങ് ഐസർ. അദ്ദേഹമാണ് ഇംപ്ലൈഡ് റീഡർ എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിറ്റിക്സ് പ്രിഫേർഡ് ഷേക്സ്പിയർസ് കോമഡീസ് ടു ഹിസ് ട്രാജഡീസ്? നമുക്ക് നമ്മളെപ്പോഴും ഷേക്സ്പിയറിൻ്റെ ഗ്രേറ്റ് ട്രാജഡീസ് എന്നൊക്കെ പറയുകയും ഒരുപാട് പഠിക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്ത വർക്ക്സാണ് ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസ്, അല്ലേ? മാക്ബത്ത്, ഒഥല്ലോ പോലെയുള്ള ഗ്രേറ്റ് ട്രാജഡീസ്. അതുകൂടാതെ ഒരുപാട് ട്രാജഡീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ക്രിട്ടിക്ക് അദ്ദേഹത്തിൻ്റെ കോമഡീസാണ് ബെറ്റർ എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതാരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ ഡ്രൈഡൻ, ഡോക്ടർ ജോൺസൺ, മാത്യു അർണോൾഡ് ആൻഡ് T.S. Eliot. റൈറ്റ് ആൻസർ ഈസ് ഡോക്ടർ സാമുവൽ ജോൺസൺ. അദ്ദേഹമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഹൂ ഫോർമുലേറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇമാജിനേറ്റീവ് ജിയോഗ്രഫി? ഓപ്ഷൻസ്: എഡ്വേർഡ് സെയ്ഡ്, ഗായത്രി സ്പിവാക്, ഹോമി ഭാഭ, ടെറി ഇഗ്ൽട്ടൺ. ദ റൈറ്റ് ആൻസർ ഈസ് എഡ്വേർഡ് സെയ്ഡ്. ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്കാണ്. 1978 പുറത്തു വന്നിട്ടുള്ള ഓറിയൻ്റലിസം പോലെയുള്ള ഫേമസ് വർക്കുകൾ എഴുതിയിട്ടുള്ള ഒരു പലസ്തീനിയൻ അമേരിക്കൻ റൈറ്ററാണ് എഡ്വേർഡ് സെയ്ദ്. അപ്പോൾ അദ്ദേഹമാണ് ഇമാജിനേറ്റീവ് ജിയോഗ്രഫി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27. ദ കീ വേർഡ് ദാറ്റ് ക്യാരക്ടറൈസ്ഡ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് വാസ്? ഓപ്ഷൻസ്: ഇൻസ്പിറേഷൻ, ഇമാജിനേഷൻ, ഫാൻസി, ഡെക്കോറം. അപ്പോൾ ഇതിലേത് വേർഡാണ് നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുമല്ലോ, റൊമാൻറ്റിക് പീരീഡ്. അപ്പോൾ ആ പീരീഡിലെ ലിറ്ററേച്ചറിനെ ഏറ്റവും കൂടുതൽ ക്യാരക്ടറൈസ് ചെയ്ത, അതിനെ അടയാളപ്പെടുത്തുന്ന ഒരു വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഇമാജിനേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. ജോൺ ഡ്രൈഡൻസ് എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി ഈസ് എ വർക്ക് ഓഫ്? നമ്മൾ ഈ വീഡിയോയിൽ തന്നെ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസിയെ പറ്റി, അല്ലേ, ഒരു ഡയലോഗിൻ്റെ ഫോമിൽ എഴുതിയ വർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദ ഓപ്ഷൻസ് ആർ interpretative criticism, comparative criticism, legislative criticism,
and textual criticism. The right answer is comparative criticism. കാരണം ഈ ഒരു വർക്ക് പ്രധാനമായി ഡ്രൈഡൻ അഡ്രസ്സ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡ്രാമയും ഫ്രഞ്ച് ഡ്രാമയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. അപ്പോൾ ഈ 4 പേര്, ഞാൻ പറഞ്ഞ 4 പേര് തമ്മിലുള്ള കോൺവെർസേഷനാണ് ഈ വർക്ക്. അപ്പോൾ ഈ 4 പേരും ഇംഗ്ലീഷ് ഡ്രാമയും ഫ്രഞ്ച് ഡ്രാമയും കമ്പയർ ചെയ്ത് ഏതാണ് ബെറ്റർ, എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് കമ്പാരറ്റീവ് ക്രിറ്റിസിസം. സോ ദാറ്റ് ഈസ് ദി ആൻസർ. Question number 29. Which of the following was an influential figure in archetypal criticism? താഴെ പറയുന്നതിൽ ആരാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ ടേറ്റ്, റിച്ചാർഡ്സ്, യങ് ആൻഡ് ഫ്രോയിഡ്. റൈറ്റ് ആൻസർ ഈസ് കാൾ യങ്. Question number 30. It is not rhyming and versing that make a poet no more than a long gown make an advocate. Whose view is this? വളരെ രസകരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അതായത് റൈമിങ്ങിനും വേഴ്സിങ്ങിനും വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്നൊരു വ്യൂ ആണ്. ഇതാരാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡ്രൈഡൻ, സിഡ്നി, ജോൺസൺ, ഷേക്സ്പിയർ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഫിലിപ്പ് സിഡ്നിയാണ്. അദ്ദേഹമാണ് റൈമും വേഴ്സും അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല പോയട്രിയെ സംബന്ധിച്ചിടത്തോളം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ പിന്തുണ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി പരിഗണിക്കുമല്ലോ. ഈ ഒരു MCQ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 2022 ജനുവരിയിൽ നടന്ന എക്സാമിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് സീസൺ MCQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ സീരീസിലെ വീഡിയോസും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായി ലിറ്റ്ഷൂർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. This is all for today. Thank you for watching.